സ്വന്തം കാമുകന്റെ സ്വഭാവം പരിശോധിക്കുവാനായിട്ടും അവൻ തന്നോട് ലോയലാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടും കാമുകി തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് തന്റെ കാമുകനെ പ്രണയിക്കുവാനായും ആവശ്യപ്പെടുന്നു. പിന്നീട് നടന്നതോ ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങൾ. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് 2026 റിലീസായ കോക്ടെയിൽ 2 എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതിയെന്നുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ കുണാലിനെ കാണിക്കുന്നു. കുണാൽ ഒരു റെസ്റ്റോറന്റിലെ ഫേമസ് ആയിട്ടുള്ള ഷെഫാണ്. കുണാലിന്റെ കാമുകിയാണ് ദിയ. ദിയ വർക്ക് ചെയ്യുന്നതോ ഒരു IT കമ്പനിയിലും. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗേളാണ് ഈ ദിയ. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടത്തിനാണ് അവൾ ജീവിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് കുണാലും ദിയയും പ്രണയത്തില. മാത്രമല്ല അവരിപ്പോൾ ലിവിംഗ് റിലേഷൻഷിപ്പിലുമാണ്. രണ്ടാൾക്കും വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമേയില്ല. അവരുടെ കൂടെയുള്ളവരെല്ലാവരും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളും ഒക്കെയായി ജീവിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹമാകാത്തത് കൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ വിവാഹം കഴിക്കുവാനായിട്ട് നിർബന്ധിക്കും. പക്ഷെ രണ്ടാൾക്കും അതിന് താല്പര്യമേയില്ല. വല്ല ഫംഗ്ഷനും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നില്ലേ, കുട്ടികളാകുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ വിവാഹം എന്നൊക്കെയാണ് അവരുടെ മറുപടിയും. അങ്ങനെ ഇരിക്കെ കുണാലും ദിയയും അവരുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടിക്ക് പങ്കെടുക്കുവാനായും എത്തുകയാണ്. അവിടെ ഇവരുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കുണാലിന്റെയും ദിയയുടെയും ഫ്രണ്ടായിട്ടുള്ള രാഹുലിന് ഡിവോഴ്സ് ആകാൻ പോകുന്ന കാര്യം അറിയുന്നത്. കാരണം എന്തെന്നാൽ ഈ രാഹുല് തന്റെ കമ്പനിയിലൊരു പെൺകുട്ടിയുമായിട്ട് ഭാര്യ അറിയാതെ റിലേഷൻഷിപ്പ് വെച്ചു. എന്നിട്ട് അവളുമായിട്ട് ചാറ്റിങ്ങും ഫോൺ വിളിയും ഒക്കെയുണ്ട്. ഭാര്യയ്ക്ക് അതൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു ദിവസം ആ ഒരു പെൺകുട്ടിയുമായിട്ട് കറങ്ങാൻ പോകുവാനായിട്ട് രാഹുൽ പ്ലാൻ ചെയ്യുന്നത് മൊബൈലിൽ മെസ്സേജ് കിടന്നതെല്ലാം ഭാര്യ കണ്ടുപോയി. അതോടുകൂടി രണ്ടാൾക്കും ഇടയിൽ പ്രശ്നമായി. രാഹുലിന്റെ ഭാര്യ ഇപ്പോൾ ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞ് രാഹുലിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷേ കുടിച്ചു ബോധമില്ലാതിരുന്ന കുണാൽ മാത്രം രാഹുലിനെ കുറിച്ച് പറയുന്നത് ദേ ഇങ്ങനെ, അവനൊരു മണ്ടന, ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതുപോലുള്ള ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്യാതെ ഇട്ടേക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിക്കുന്നു. എന്നിട്ട് ദിയെ നോക്കിയിട്ട് ദേ ദിയ, ഞാനെങ്ങാനുമാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഡീല് ചെയ്യൂ എന്നതായിരുന്നു കുണാൽ പറഞ്ഞു ചിരിക്കുന്നത്. പക്ഷേ അത് കേട്ടതും ദിയയ്ക്ക് വല്ലാതെ ഫീലാകുന്നു. അന്നേ ദിവസം രണ്ടാളും വീട്ടിലേക്ക് എത്തിയിട്ട് വല്ലാതെ വഴക്കു കൂടുകയാണ്. നിനക്കപ്പോൾ എന്നെ ചതിക്കുവാനായിട്ട് പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ദിയ ചോദിക്കുമ്പോൾ അത് ഞാൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു കുണാലിന്റെ മറുപടി. അടുത്ത ദിവസം രാവിലെയും ഇവർക്കിടയിൽ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ നിനക്കെന്നെ ചതിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നല്ലേ നീ പറയുന്നത്? അപ്പോൾ നീ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ദിയ കുണാലിനോട് ചോദിക്കുന്നു. കുണാൽ എത്ര തന്നെ ദിയയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും ദിയയുടെ മനസ്സിൽ പേടി വന്നു കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല ഈ രാഹുലിന്റെ ഭാര്യയെ ദിയ കണ്ടിരുന്നു. രാഹുലിന്റെ ഭാര്യ പറയുന്നത് രാഹുലിന്റെ ജോലിക്ക് പോയതിൽ പിന്നെ അവന്റെ സ്വഭാവത്തിലേക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു. അത് ആ പെൺകുട്ടിയുമായിട്ട് പരിചയമായതിനു ശേഷമാ, മൂന്നാമതൊരാൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായതെന്നും കൂടി രാഹുലിന്റെ ഭാര്യ പറയുന്നു. ദിയ ഒരു സംശയത്തിന്റെ കണ്ണോട് കൂടിയാണ് പിന്നീട് അങ്ങോട്ട് കുണാലിനെ കാണുന്നത്. കുണാൽ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, അവൻ ആരോടൊക്കെ മെസ്സേജ് അയക്കുന്നു, മിണ്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കുവാനായും തുടങ്ങി. ദിയയുടെ മനസ്സിലെ ടെൻഷനൊക്കെ കൂടി കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദിയ ഒരു ദിവസം കുണാലിനോട് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാമെന്നുള്ള കാര്യം പറയും. അത് കേട്ട കുണാലിന്റെ മറുപടി, ഇത്രയും നാള് നീ അങ്ങനെയല്ലായിരുന്നല്ലോ പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും വിവാഹമൊന്നും ഇപ്പോൾ വേണ്ട എന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്തതല്ലേ, പിന്നെന്താ പെട്ടെന്ന് വിവാഹം കഴിക്കാമെന്ന് നീ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നമുക്ക് എന്തായാലും വിവാഹം കഴിക്കാം, അതാണ് നല്ലതെന്നുള്ള കാര്യം ദിയ പറയുമ്പോൾ, എങ്കിൽ ശരി വിവാഹം കഴിക്കാം. ഈ 4 ദിവസം 5 ദിവസമൊക്കെ നടത്തുന്ന വിവാഹ ചടങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ആ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാലോ എന്നതായിരുന്നു കുണാലിന്റെ മറുപടി. അതിനും ദിയ സമ്മതിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി. രണ്ടാളും ഇറ്റലിയിലേക്ക് ട്രിപ്പ് പോവുകയാണ്. രണ്ടുപേരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവർ ഒരുപാട് എൻജോയ് ചെയ്യും. അതേസമയം ദിയക്കടുത്തേക്ക് ഒരു പയ്യൻ വന്നിട്ട്, ഏയ് ദിയ, എന്നെ മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും ഒരു പാർട്ടിക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി നമ്മൾ ഒരുമിച്ചല്ലേ ടൈം സ്പെൻഡ് ചെയ്തതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അത് കേട്ട് കുണാൽ ഞെട്ടിപ്പോകുന്നു. ആരാ നീ എന്നൊക്കെ കുണാൽ ചോദിക്കുന്നു. ദിയയ്ക്കും അതാരാണെന്നുള്ള കാര്യം മനസ്സിലായതേയില്ല. ആരാ നീ? ഏത് രാത്രി നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തെന്നാ? എനിക്ക് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ദിയ പറയുമ്പോൾ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നീ അലീഷയ്ക്കൊപ്പം പഠിച്ചതല്ലേ എന്നുള്ള കാര്യമൊക്കെ അവൻ ചോദിക്കുന്നു. അതേ സമയമായിരുന്നു ദിയയുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ അലീഷ അവിടേക്ക് വരുന്നത്. കാണാനൊക്കെ സുന്ദരിയാണ് അലീഷ.
ഈ അലീഷ കൊടുത്ത പ്രാങ്ക് ആയിരുന്നു അത്. ദിയ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അലീഷ ദിയയ്ക്ക് അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിനക്കിട്ടൊരു പണി തന്നതല്ലേ എന്നൊക്കെ അവൾ പറയുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് അലീഷയോട് ദിയ ചോദിക്കുമ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ 24 മണിക്കൂറും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടത്തില്ലേ, അങ്ങനെയാ ഞാൻ നീ ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ അലീഷ പറയുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെയുണ്ട്. കുണാലും ദിയയും താമസിക്കുന്നത് ഒരു ഹോട്ടലിലായതുകൊണ്ട് തന്നെ അലീഷ തന്റെ വീട്ടിലേക്ക് രണ്ടാളെയും ക്ഷണിക്കുന്നു. അങ്ങനെ അവർ അലീഷയുടെ വീട്ടിലേക്ക് താമസത്തിനായി എത്തുകയാണ്. മൂന്ന് പേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇത്രയും വർഷമായിട്ടും നിങ്ങൾ എന്താ വിവാഹം കഴിക്കാത്തതെന്ന് അലീഷ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നൊക്കെ അവർ പറയുമെങ്കിലും ദിയയ്ക്ക് എന്തോ തന്നോട് പറയാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അലീഷയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുണാലിന് ബിയർ വാങ്ങുവാനായിട്ട് അലീഷ പറഞ്ഞു വിടുന്നു. കുണാൽ പോയ സമയം തന്നെ ദിയ തന്റെ മനസ്സിലുള്ള പേടിയെല്ലാം അലീഷയോട് തുറന്നു പറയുന്നു. എനിക്ക് കുണാലിനെ നല്ല പേടിയാണ്. എനിക്ക് അവനോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുക. കാരണം വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് അവൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതെനിക്കറിയണം. അതിനു വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യുമോ? നീ അവനെ ഒന്ന് വളയ്ക്കുവാനായി ശ്രമിക്കണം. അഥവാ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഞാൻ തന്നെയാണ്. ഇനി ആരവന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അവൻ പോകില്ല. അവൻ എനിക്ക് ലോയലായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പേടിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുമെന്നായിരുന്നു ദിയയുടെ മറുപടിയും. അങ്ങനെ രണ്ടാളും ചേർന്ന് ആ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അലീഷ ഒരു വാണിംഗ് പോലെ ഒരു കാര്യം ദിയയോട് പറയുകയാണ്. ഞാൻ ഏത് പയ്യനെ സൈറ്റ് അടിച്ചാലും അവൻ എന്റെ വലയിൽ വീഴും. അഥവാ അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിജക്ഷൻ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ ദിയയോട് പറയുന്നു. അതൊന്നും സാരമില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്നുള്ള കാര്യം ദിയ പറയുന്നു. അടുത്ത ദിവസം മുതൽ അലീഷ കുണാലിനെ വളയ്ക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോ രീതിയിലൊക്കെ അവൾ ഡ്രസ്സ് ചെയ്യുകയും അവനെ ഫ്ലർട്ട് ചെയ്യും വിധം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുനാൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അലീഷയെ വെറും തന്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കുനാൽ കാണുന്നത്. കുനാൽ അവര് വിചാരിക്കും പോലൊന്നും വളയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതൊന്നും പോരാ, കുറച്ചുകൂടി എക്സ്ട്രീമായിട്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ള കാര്യം ദിയ പറയുന്നു. അങ്ങനെ ഇരിക്കെ ദിയയും കുനാലും റൂമിൽ കിടന്നുറങ്ങുന്ന സമയം അവർ കിടക്കുന്ന കട്ടിലേക്ക് ഓടി വന്ന അലീഷ രണ്ടുപേരുടെയും നടുവിലായിട്ട് കിടക്കുന്നു. എന്നിട്ട് തന്റെ കാലുകൊണ്ട് കുണാലിന്റെ കാലിൽ ഉരസുകയാണ് ചെയ്തത്. അത് ദിയയുടെ കാലല്ല എന്ന് മനസ്സിലാക്കി കുനാൽ ചാടി എഴുന്നേറ്റ് അവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാനായും പോകുന്നു. ആ ഒരു പ്ലാനും അവിടെ ഫ്ലോപ്പ് ആവുകയാണ്. എന്നാൽ ദിയ മറ്റൊരു ഐഡിയ ചെയ്യുന്നു. ദിയയ്ക്ക് ഒട്ടും വയ്യ, സുഖമില്ല എന്ന് പറഞ്ഞ് കുണാലിനെയും അലീഷയും സാധനം വാങ്ങുവാനായിട്ട് പുറത്തേക്ക് പറഞ്ഞുവിടും. എന്നാൽ രണ്ടുപേരും ഇറ്റലി മുഴുവൻ ചുറ്റി നടന്ന് കാണുകയാണ്. എല്ലാവരും കരുതിയിരിക്കുന്നത് അവർ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന്. ഓരോരുത്തർ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ കുനാൽ അല്ല എന്ന് പറയുവാനായി നോക്കുമെങ്കിലും അലീഷ ആണെന്ന് പറയുന്നതോടുകൂടി കുണാലിനും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആ ഒരു ദിവസത്തോടു കൂടി അലീഷയ്ക്കും കുണാലിനും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളർന്നു വരികയാണ്. എന്നാലും അലീഷ കുണാലിനെ ഫ്ലർട്ട് ചെയ്യുന്നത് അവസാനിപ്പിച്ചതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലീഷയ്ക്ക് ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫുഡിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അത് അവിടെയൊന്നും കിട്ടാനുമില്ല. അത് മനസ്സിലാക്കിയ കുണാലാണെങ്കിലോ അടുത്ത ദിവസം അവൾ ആഗ്രഹിക്കുന്ന ഫുഡ് ഉണ്ടാക്കി വെക്കുകയാണ്. അത് കാണുന്ന അലീഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും കുണാലിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നു. കുണാലിന്റെ കെയറിങ് ഇഷ്ടമായ അലീഷ ഇവൻ എന്ത് നല്ല പയ്യനാണ്, ഇതുപോലൊരു പയ്യനെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നു. എന്നിട്ട് കുണാലിന്റെ അടുത്തേക്ക് എത്തിയ അലീഷ അവന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്, അത് നീ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് കുണാൽ ഞെട്ടിപ്പോവുകയും നിന്റെ ജീവിതത്തിലും ഒരു നാൾ പ്രണയം വരും, അന്ന് മതി എല്ലാമെന്ന് പറഞ്ഞിട്ട് കുണാൽ അവിടെ നിന്ന് പോവുകയാണ്. അത് കേൾക്കുന്ന അലീഷയ്ക്ക് കുണാലിനോടുള്ള പ്രണയം വീണ്ടും കൂടി വരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ കുണാലിനെ തന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയാണ് അലീഷ. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴോ ഡ്രസ്സ് ഒന്നുമില്ലാതെ കട്ടിൽ കിടക്കുന്ന അലീഷയാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ അവർക്കിടയിൽ എന്തോ നടന്നെന്ന് തോന്നില്ലേ? പക്ഷെ ഒന്നും തന്നെ നടന്നിട്ടേയില്ല. റൂമിലേക്ക് എത്തുന്ന ദിയയോട് നീ വിചാരിക്കും പോലെ ഒന്നും നടന്നതേയില്ല. അവൻ നീ വിചാരിക്കും പോലെ ഒരാളല്ല, അവനൊരു പാവമാണ്, നിന്നോട് ലോയലായിട്ടുള്ള ഒരാളാണ്. അവൻ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം അലീഷ ദിയയോട് പറയുന്നു. അത് കേട്ടതോടുകൂടി കുണാൽ ഒരു ലോയലായിട്ടുള്ള ഒരാളാണ്, താൻ ഇത്രയും നാൾ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദിയയ്ക്ക് കുണാലിനോട് പ്രണയം തോന്നുന്നു. അങ്ങനെ ഇരിക്കെ മൂന്ന് പേരും ചേർന്ന് ഒരു ദിവസം ചർച്ചിലേക്ക് പോവുകയാണ്. പക്ഷേ ചർച്ചിൽ കല്യാണം നടക്കുന്നു. കല്യാണം നടക്കുന്നത് കാണുന്നതും ദിയയുടെ മനസ്സിൽ കുണാലിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. ആ പള്ളിയിൽ വെച്ച് തന്നെ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ദിയ അവനെ പ്രപ്പോസ് ചെയ്യുകയാണ്. കുണാലിനും ഒരുപാട് സന്തോഷമാകും. കുണാലും അതിന് സമ്മതിക്കുകയാണ്. രണ്ടുപേരും പള്ളിയിൽ വെച്ച് തന്നെ മോതിരം മാറുകയും ചെയ്യും. എന്നാൽ അതെല്ലാം കാണുന്ന അലീഷയ്ക്ക്
വല്ലാതെ സങ്കടം വരികയാണ്. അപ്പോഴേക്കും അലീഷയുടെ മനസ്സിൽ കുനാലിനോട് ആത്മാർത്ഥമായി പ്രണയം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ ദിയയും കുനാലും വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകുവാനായും തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരുടെയും വിവാഹം കാണുമെന്നുള്ള കാര്യം അലീഷയോട് പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ അലീഷ വല്ലാതെ സങ്കടപ്പെടുകയാണ്. മാത്രവുമല്ല, വിവാഹത്തിന് നീ വരണമെന്ന് പ്രത്യേകം ദിയ അവളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എനിക്ക് വരാൻ കഴിയില്ല എന്നാണ് അലീഷയുടെ മറുപടിയും. ദിയയും കുനാലും നേരെ നാട്ടിലേക്ക് എത്തും. രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ചടങ്ങും നടക്കുകയാണ്. വലിയ ഫംഗ്ഷൻ തന്നെയായിരുന്നു. എന്നാൽ അവിടെ സർപ്രൈസ് ആയിട്ട് അലീഷ വന്ന് നിൽക്കുന്നു. അലീഷ ഒരു സമയത്ത് വരില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ദേ രണ്ടാളെയും സർപ്രൈസ് ചെയ്യും വിധം അലീഷ അവിടെ എത്തിയിരിക്കുന്നു. അലീഷ വന്നിരിക്കുന്നത് തന്റെ പ്രണയം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും കുനാലിനെ സ്വന്തമാക്കണം. അത് മാത്രമായിരുന്നു അലീഷയുടെ മനസ്സിൽ. പക്ഷെ ഇതൊന്നും പാവം ദിയയ്ക്കും അറിയത്തില്ല, കുനാലിനും അറിയത്തില്ല. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ദിയയാണെങ്കിലോ കല്യാണത്തിന്റെ കാര്യങ്ങളിൽ നല്ല ബിസി ആയിരിക്കുന്നു. വീട്ടിലേക്ക് അലീഷ വന്നതുകൊണ്ട് തന്നെ അലീഷ ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നതും. അലീഷയ്ക്ക് ധരിക്കുവാൻ വേണ്ടിയിട്ട് ദിയ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നാൽ അലീഷ പറയുന്നത്, ഞാൻ രാത്രി ഡ്രസ്സൊന്നുമില്ലാതെയാണ് കിടക്കുന്നത്, നിങ്ങളും അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല രസമായിരിക്കുമെന്ന് അലീഷ പറയുന്നു. അത് കേട്ട് അന്നേ ദിവസം രാത്രി കുനാലും ദിയയും ഡ്രസ്സ് ഇല്ലാതെയാണ് കിടക്കുന്നത്. പക്ഷെ അവർക്ക് അത് അത്ര രസമായിട്ട് തോന്നിയില്ല. അവർക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും ഡ്രസ്സ് എടുത്ത് ധരിക്കുന്നു. വെള്ളം കുടിക്കുവാനായിട്ട് കിച്ചണിലേക്ക് പോയ കുനാലിന് മുന്നിലേക്ക് വസ്ത്രമൊന്നുമില്ലാതെ അലീഷ വന്ന് നിൽക്കുന്നു. അബദ്ധം പറ്റി പോയതുപോലെ അവൾ പോയി ഡ്രസ്സ് എടുത്തിടുകയാണ് ചെയ്തത്. പക്ഷേ സത്യത്തിൽ അലീഷ അത് മനഃപൂർവ്വം ചെയ്തതാണ്. എങ്ങനെയെങ്കിലും കുനാലിനെ ഇംപ്രസ് ചെയ്യണം. ഇത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അവൾ ഇതുപോലുള്ള പരിപാടികൾ തുടർന്നു കൊണ്ടേയിരുന്നു. ദിയ കല്യാണ കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് തന്നെ കുനാലിന്റെ വീട്ടുകാരുടെ മുന്നിൽ അവരെ ഇംപ്രസ് ചെയ്യും വിധം ഓരോന്നൊക്കെ പെരുമാറുന്നു. എന്നിട്ട് ദിയ വെറും ഒരു ദേഷ്യക്കാരിയാണെന്നും അവൾ ആരെയും കെയർ ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരെയും വിശ്വസിപ്പിച്ചെടുക്കും വിധമാണ് അവളുടെ പെരുമാറ്റമൊക്കെ. പക്ഷേ ഇതൊന്നും ദിയയ്ക്ക് അറിയത്തില്ല. അവർ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയം അന്നേ ദിവസം രാത്രി അലീഷ ഡ്രസ്സില്ലാതെ അവന്റെ മുന്നിൽ വന്ന് നിന്നില്ലേ, ആ ഒരു കാര്യം പറഞ്ഞവർ ചിരിക്കുന്നു. എന്നിട്ട് അലീഷ പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുനാലിന്റെ ഹാഫ് വൈഫാണെന്ന്. അത് കേൾക്കുന്നതോടുകൂടി ദിയയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അവൾക്കത് അത്ര ഇഷ്ടമായതേയില്ല. മാത്രവുമല്ല, പിന്നീട് അങ്ങോട്ട് അലീഷയ്ക്ക് കുനാലിനോടുള്ള പെരുമാറ്റമൊന്നും ദിയയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ഒരു ദിവസം രാത്രി ദിയ ഉറങ്ങിയ തക്കം നോക്കി അലീഷ കുനാലിന് മെസ്സേജ് അയക്കുകയാണ്. ടെറസിലേക്ക് വരുവാനായിട്ടായിരുന്നു അലീഷ മെസ്സേജ് അയച്ചതും. അതനുസരിച്ച് കുനാൽ ടെറസിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവർ കല്യാണ കാര്യമൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. കുനാൽ, നിനക്ക് ദിയ നടത്തുന്ന 4 ദിവസത്തെ ആഡംബര കല്യാണമാണോ ഇഷ്ടം, അതേ എന്റെ ആഗ്രഹം പോലെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ബാക്കി കാശ് കൊണ്ട് വേൾഡ് ടൂറിന് പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ സംശയം, എനിക്ക് രണ്ടാമത്തേതാണ് ഇഷ്ടമെന്നായിരുന്നു കുനാലിന്റെ മറുപടി. അത് കേട്ട ഉടനെ അലീഷ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യുന്നു. തന്റെ മനസ്സിലുള്ള പ്രണയമെല്ലാം അവനോട് തുറന്നു പറയുകയാണ്. പക്ഷെ അത് കേട്ട് കുനാൽ ഷോക്കായി പോകുന്നു. കല്യാണത്തിനോടനുബന്ധിച്ചുള്ള ബാച്ചിലർ പാർട്ടിയിൽ കുനാൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കുനാലിനടുത്തേക്ക് അലീഷ വരുന്നു. എന്നാൽ കുടിച്ചു ബോധമില്ലാതിരിക്കുന്ന കുനാൽ, നീ എന്താ കരുതിയത്, നീ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ദിയെ വിട്ട് നിന്റെ അടുത്തേക്ക് വരുമെന്നോ, ഞാൻ എന്റെ ദിയയാണ് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നത് എന്നതായിരുന്നു കുനാലിന്റെ മറുപടി. പക്ഷേ അവൻ എന്തൊക്കെ പറഞ്ഞാലും അലീഷ വിടുവാനായിട്ട് തീരുമാനിച്ചതേയില്ല. അലീഷയാണ് കുനാലിനെ എന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും. അത് കാണുന്ന ദിയയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നിന്നോട് ഞാനെന്ന് ഇറ്റലിയിൽ വെച്ച് പറഞ്ഞത് വെറുതെ ഒന്ന് അഭിനയിക്കാനാണ്. പക്ഷേ നീ ഇപ്പോൾ എന്താ കാണിക്കുന്നത്, ആ ഒരു ക്യാരക്ടറിൽ തന്നെ നീ ജീവിക്കുകയാണോ, ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന് ദിയ വഴക്ക് പറയുമ്പോൾ, എനിക്കിപ്പോൾ കുനാലിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരാളാണ് കുനാൽ. അതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം അലീഷ അവളോട് മുഖത്ത് നോക്കി പറയും. അത് കേൾക്കുമ്പോൾ ദിയയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാ. എന്തായാലും ഇനി കല്യാണം നടക്കാൻ 4 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഞാൻ കല്യാണം മുടക്കുവാനായിട്ട് പരമാവധി ട്രൈ ചെയ്യും. കല്യാണം മുടങ്ങുകയാണ്, അവൻ എൻ്റെ അടുത്തേക്ക് വരുമെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും. അതല്ല നിയമായിട്ടുള്ള വിവാഹമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അലീഷ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ മത്സരം അവിടെ നിന്നും ആരംഭിക്കുകയാണ്. ആരാണ് കുനാലിനെ സ്വന്തമാക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും മുന്നിൽ കുനാൽ ഒരു ട്രോഫിയായി മാറിയിരുന്നു. അടുത്ത ദിവസം മുതൽ കുനാലിനെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് രണ്ടാളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുനാൽ അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് താലിമാല എടുക്കുവാനായി പോകുന്ന സമയം അലീഷയും അവനോടൊപ്പം പോകുന്നു. ഒരു മാല എടുക്കുന്ന സമയത്ത്, നീ എന്റെ കഴുത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, കൊള്ളാവോ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ അലീഷ പറയുന്നു. അതനുസരിച്ച് കുനാൽ അവളുടെ കഴുത്തിൽ ആ ഒരു താലിമാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അലീഷയെ തന്നെ നോക്കി നിൽക്കുകയാണ് കുനാൽ. അത് അലീഷയ്ക്ക് മനസ്സിലായി. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് വരുന്ന സമയം അലീഷ ദിയയ്ക്കും കുനാലിനും ഇടയിൽ ചെറിയൊരു മത്സരം വെക്കുന്നു. രണ്ടുപേരോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, രണ്ടുപേരും എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള
ഇഷ്ടമുള്ള കളറിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. പക്ഷേ രണ്ടുപേർക്കും ആ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ് അലീഷ സംസാരിക്കുന്നത്. രണ്ടുപേർക്കുമിടയിൽ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കണം, അത് മാത്രമായിരുന്നു അലീഷയുടെ ലക്ഷ്യം. താലിമാലയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് താലിമാലയിൽ ഒരു മുടിയിരിക്കുന്ന കാര്യം ദിയ ശ്രദ്ധിക്കുന്നു. അത് അലീഷയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തപ്പോൾ ഉണ്ടായതാണെന്നുള്ള കാര്യം ദിയയ്ക്ക് മനസ്സിലായി. ദിയ ആ ഒരു കാര്യം പറഞ്ഞ് കുനാലുമായിട്ട് വഴക്കിടും. നിനക്ക് അലീഷയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിനക്ക് അവളോടൊപ്പം പോകാമെന്നതായിരുന്നു ദിയയുടെ മറുപടി. അതേസമയം അവിടേക്ക് അലീഷയും വരികയാണ്. മൂന്ന് പേർക്കുമിടയിൽ വലിയൊരു പ്രശ്നം തന്നെ നടക്കും. അതേസമയം അലീഷ ഇറ്റലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം കുനാലിനോട് തുറന്നു പറയുന്നു. നിന്റെ പ്രിയപ്പെട്ട കാമുകിയായിട്ടുള്ള ദിയ തന്നെയാണ് എന്നോട് പറഞ്ഞത് നിന്നെ ഒന്ന് ഫ്ലർട്ട് ചെയ്യണമെന്ന്. അതനുസരിച്ചാ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ള സത്യമെല്ലാം അവൾ തുറന്നു പറയുന്നു. അത് കേൾക്കുന്നതും കുനാലിന് വല്ലാതെ ദേഷ്യം വരികയാണ്. കുനാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും ദിയയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഒന്നും മിണ്ടാതെ നിന്ന കുനാൽ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ദിയയും അലീഷയും തമ്മിൽ തർക്കിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുനാലിനെ ഫോളോ ചെയ്ത് കുനാലിന്റെ അച്ഛനും അവന്റെ പിന്നാലെ പോയിരുന്നു. ഒടുവിൽ കുനാൽ എവിടെയാണുള്ളതെന്നുള്ളത് ലൊക്കേഷൻ ദിയയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് അച്ഛൻ ചെയ്യുന്നത്. ദിയയും അലീഷയും കുനാലുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അലീഷയും ദിയയും അപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുനാൽ പറയുന്നത്, അലീഷ, നിന്നെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് നിന്നോടൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ് 6 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ദിയയെ കണ്ടപ്പോഴും തോന്നിയിരുന്നത്. പ്രണയിച്ച് 6 വർഷം കഴിയുമ്പോൾ പ്രണയമൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും മടുത്തു പോകും. എന്നാൽ ആ ഒരു മടുപ്പ് എനിക്ക് ഇതുവരെയായിട്ടും ദിയയിൽ തോന്നിയിട്ടില്ല. ഒരു കംഫർട്ടായിട്ടുള്ള പേഴ്സണോട് തനിക്ക് സംസാരിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഒരു കംഫർട്ടായിട്ടുള്ള പേഴ്സൺ എനിക്ക് എപ്പോഴും എൻ്റെ ദിയ തന്നെയാണ്. അവളെ എനിക്ക് ഒരിക്കലും മടുക്കത്തില്ല. അവളെ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കുവാനായും കഴിയത്തില്ല എന്നുള്ളത് കുനാൽ അലീഷയുടെ മുന്നിൽ വെച്ച് തന്നെ തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന ദിയയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയാതെ അവൾ ഓടി വന്ന് കുനാലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതോടെ അലീഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ദിയയും കുനാലും തമ്മിലാണ് യഥാർത്ഥമായിട്ടുള്ള പ്രണയം. ഒരിക്കലും തനിക്ക് കുനാലിനെ കിട്ടില്ല എന്നുള്ള കാര്യവും അലീഷയ്ക്ക് മനസ്സിലായി. അങ്ങനെ ദിയയുടെയും കുനാലിന്റെയും വിവാഹം നല്ല രീതിക്ക് നടക്കുന്നു. വിവാഹം നടക്കുന്ന സമയത്തും അതെല്ലാം നോക്കി മനസ്സ് വേദനിച്ചുകൊണ്ട് നിൽക്കുകയാണ് അലീഷ. വിവാഹമൊക്കെ കഴിഞ്ഞ് ദിയയുടെയും കുനാലിന്റെയും ഫസ്റ്റ് നൈറ്റ് സമയം അവരുടെ റൂമിലേക്ക് അലീഷ എത്തുകയാണ്. ഡേ കുനാൽ, എനിക്ക് വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായ പയ്യന്മാരെയും ഇഷ്ടമാ. അതിനൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. അഥവാ ദിയയ്ക്ക് നിന്നെ വേണ്ട, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുവാനായി പോവുകയാണെങ്കിൽ നീ ഒരു മടിയും കൂടാതെ എൻ്റെ അടുത്തേക്ക് ഓടി വരണം. ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടാണ് അലീഷ അവിടെ നിന്ന് പോകുന്നത്. അതോടുകൂടി ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.